നമ്മുടെ ഇപ്പോൾ ആശുപത്രി കെട്ടിടം പൊളിഞ്ഞു വീണതിനും പല കാരണങ്ങളും. പക്ഷേ നമ്മളിപ്പോൾ അതിനിപ്പോൾ ഒരു മന്ത്രി വിളിച്ചിട്ടാണ് നമ്മളാരും പറയുന്നില്ല. അത് സംഭവിക്കാം, അപകടങ്ങൾ എവിടെയും സംഭവിക്കാം. പക്ഷേ ഒരു അപകട സ്ഥലത്ത് വന്നിട്ട് അവിടെ ആർക്കും അപകടമില്ല എന്ന് ഒരു മന്ത്രി ഡിക്ലെയർ ചെയ്യാൻ പാടില്ല, പ്രഖ്യാപിക്കാൻ പാടില്ല. ഇവിടെയാണ് ഈ പ്രശ്നം ഞങ്ങൾ കുറെ നാളായിട്ട് പറയുന്നത്. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകളുണ്ട്. ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പുണ്ട്, അവിടുത്തെ സൂപ്രണ്ടുണ്ട്, ആശുപത്രിയുടെ പ്രിൻസിപ്പലുണ്ട്. ഇതിനൊക്കെ എല്ലാ വകുപ്പിലും പ്രോട്ടോകോൾസും ഉണ്ട്. ഇങ്ങനെ കഴിഞ്ഞാൽ പ്രോട്ടോകോൾ ഉണ്ട്, എന്താണ് ചെയ്യേണ്ടത്. അവിടെയാണ് മന്ത്രി വന്ന് പറഞ്ഞത് ഇവിടെ രണ്ട് മന്ത്രിമാർ വന്ന ഒരു കുഴപ്പമില്ല. ഇപ്പൊ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കറിയാം, ഒരു CPM ഏറ്റവും ബന്ധമായ അഭിപ്രായം പറഞ്ഞിട്ട് പോലെ ആവശ്യം നിൽക്കുക. അപ്പൊ മന്ത്രി അങ്ങനെ വന്ന് പറയുമ്പോൾ പിന്നെ ആർക്കും അതിന്റെ മേളിലൊന്നും പറയാൻ പറ്റില്ല, അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അവിടെ അതിന് ഉത്തരവാദിത്തമുണ്ട്. ആരോഗ്യമന്ത്രിക്കും മറ്റേ മന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ട്. അവർക്ക് വൈദഗ്ധ്യമില്ലാത്തൊരു മേഖലയിൽ അവർ വന്ന് അഭിപ്രായം പറയുക. അപ്പൊ അതിന്റെ ഭരണ നേതൃത്വം കൊടുക്കാം, അവിടെ വന്ന നേതൃത്വം കൊടുക്കാൻ നല്ലതാണ്, ഒരു മൊത്തത്തിൽ പ്രവർത്തനങ്ങൾക്ക് ഉത്സാഹം. പക്ഷെ അവിടുത്തെ സാങ്കേതിക കാര്യങ്ങൾ ഇവരിങ്ങനെ പറയരുത്. ഇതാണ് കുറെ നാളുകളായിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പൊ ആരോഗ്യവകുപ്പ് ഡയറക്ടർ തൊട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, ഇവരെല്ലാവരും നിഷ്പ്രഭരാക്കി വെച്ച് അവരെ നിർവീര്യമാക്കി വെച്ചിരിക്കണം. അത് സാങ്കേതിക കാര്യങ്ങളുടെ അഭിപ്രായം പറയുന്നത്. ഇവർക്ക് എന്താണ് മന്ത്രിമാർക്ക് ഈ വിഷയങ്ങൾ എന്തെങ്കിലും പറഞ്ഞുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ? അവരത് രാഷ്ട്രീയ നേതാക്കളാണ്, തെരഞ്ഞെടുപ്പ് വിജയിച്ചു മന്ത്രിയായി, എല്ലാം ശരിയാണ്. പക്ഷെ ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? ഇവർക്ക് ആരാണ് വിദ്യാഭ്യാസം കൊടുത്തിരിക്കുന്ന കാര്യത്തിൽ? അവിടെയാണ് ഈ പ്രശ്നം. ഞാൻ ഒരുപാട് രാജ്യങ്ങൾ ജീവിച്ചിട്ടുള്ള ആളാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ മന്ത്രിമാരൊന്നും അല്ല ഇങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ സാങ്കേതിക വിദഗ്ധർ അവർ വന്നിട്ട് അത് എന്താണ് വേണമെന്ന് ചെയ്യും. അവരുടെ കിട്ടുന്ന ഫൈനൽ അഭിപ്രായമാണ് മന്ത്രിമാർ ഒരു പക്ഷേ പത്രത്തിൽ പറയുന്നത്, അല്ലെ മേയർ പറയുന്നത്. അല്ലാതെ ഒരു സ്ഥലത്ത് കെട്ടിടിഞ്ഞ് വീഴുമ്പോഴത്തേക്ക് ചായക്കാർ മന്ത്രിമാരോട് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഡോക്ടർ, ഒരു സംശയം കൂടി, അതായത് മെഡിക്കൽ കോളേജുകളുടെ സുരക്ഷ സംബന്ധിച്ച് പലപ്പോഴും പല ചോദ്യചിഹ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ കയറി പോകുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും സെക്യൂരിറ്റിമാരും ലേഡി സെക്യൂരിറ്റി സ്റ്റാഫും ഒക്കെ ഉള്ളത് നമുക്ക് കാണാം. നമ്മുടെ വിശ്വാസം അതിനുള്ളിലും വളരെ സെക്യൂർഡ് ആയിരിക്കുമെന്നാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കാണുന്ന അവസ്ഥ അങ്ങനെയല്ല. വാർഡുകളുടെയും വാർഡുകളിൽ ഉള്ളിലെ ടോയ്ലറ്റുകളുടെയും അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നമ്മുടെ ഹൃദയഭാഗത്തുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും ഇല്ല എന്നുള്ളൊരു സത്യമല്ലേ? സത്യമാണ്. സത്യം പറഞ്ഞാൽ അഭയാർത്ഥി ക്യാമ്പുകൾ പോലെയാണ് യാഥാർത്ഥ്യമാണ്. ഏറ്റവും നല്ല ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് സ്റ്റാഫും സർക്കാർ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. കുറെ കോൺട്രാക്ട് സ്റ്റാഫൊക്കെ ഉണ്ടത് പാർട്ടി വഴി വരുന്നതാണെങ്കിൽ പോലും ചികിത്സയിൽ നേരിട്ടിടപെടുന്നവര് മരിക്കുന്നവരും ഒക്കെ മെറിറ്റിലൂടെ വന്നവരും എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പരീക്ഷകളിലൂടെ വന്നവരും അനുഭവ പരിചയമുള്ളവരാണ്. ഒരു മെഡിക്കൽ കോളേജ് സൂപ്രണ്ടോ പ്രിൻസിപ്പലൊക്കെ ആകുന്ന 19 വയസ്സുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ 10-25 വർഷത്തെ പ്രായോഗിക പരിശീലനവും എല്ലാ വശങ്ങളും കണ്ടറിഞ്ഞ് വരുന്നവരാണ്. അവരെ കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ പരാതി. ഇവര് മന്ത്രിമാര് എല്ലാവരും സുരക്ഷിതത്വം എന്നാ പറയുന്നത്. ഇത് തന്നെ അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ജനങ്ങൾക്ക് കൊടുക്കും. സാധാരണ പൊളിഞ്ഞു വീഴാറായി കിടക്കുന്ന ആളുകൾ പോകില്ല. പക്ഷെ ഇവരെല്ലാം പറഞ്ഞു ഇവിടെ ഒരു കുഴപ്പമില്ല, എല്ലാവരും സുരക്ഷിതമാണ്, മെഡിക്കൽ കോളേജ് സുരക്ഷിതമാണ്. അപ്പൊ അനാവശ്യമായിട്ടുള്ള പ്രചരണം, അതിനകത്ത് അമിതമായ ആത്മവിശ്വാസം സ്റ്റാഫിനും സ്റ്റുഡൻസിനും പിന്നെ അവിടുത്തെ രോഗികൾക്കും എല്ലാം ഉണ്ടാകും. നമ്മളെന്താണ്, നമ്മളിപ്പോ ഇടത് സർക്കാർ വലത് സർക്കാർ, പക്ഷെ രോഗാണു എല്ലാം സെയിമാണ് അല്ലേ? CPM രോഗാണോ BJP രോഗാണോ കോൺഗ്രസ് രോഗാണോ ഒന്നും, അല്ലെങ്കിൽ ഇടത് രോഗമോ വലത് രോഗമോ ഒന്നുമില്ല. മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ് പോകുന്നത്. അവർ ചികിത്സയ്ക്ക് വേണ്ടിയാണ് പോകുന്നത്. അവിടെ അതിനകത്ത് രാഷ്ട്രീയം കലർത്തുകയോ ഒന്നും ചെയ്യരുത്. ഇപ്പോ വേറെ എന്തെങ്കിലും വകുപ്പിനകത്ത് വിമർശനം വരുമ്പോൾ അവിടെ ഒന്നും കുഴപ്പമില്ലാന്ന് പറയും. പക്ഷെ ആരോഗ്യം അങ്ങനെയല്ല. ഈ മന്ത്രിമാർ ഉൾപ്പെടെ ആരോഗ്യം നോക്കേണ്ട വകുപ്പാണത്. അപ്പൊ അവിടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ അംഗീകരിക്കുകയാണ് ആ പ്രശ്നം. ഇത് ആര് പറഞ്ഞു നോക്കരുത്, നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഓക്കെ, നമ്മൾ ഇവിടുത്തെ പരിഹരിക്കാവുന്ന ഒരു നല്ല നാടിന്റെ നല്ല ആരോഗ്യമന്ത്രി പറയേണ്ടത്. ഒരു പ്രശ്നം പറയുമ്പോൾ അവനെ ഓടിച്ചിട്ട് ആക്രമിക്കുക. ഇപ്പൊ ഭരണകക്ഷിയുള്ളവർ പോലും പറയാൻ വയ്യാത്ത അവസ്ഥയാണ്. CPMമായിട്ട് അടുത്ത് ബന്ധപ്പെടുന്ന ഒരാൾക്ക് പോലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഭയപ്പെടുത്തുക. പിന്നെ എങ്ങനെ നമ്മുടെ കുറവുകൾ കണ്ടെത്തും? നമ്മളൊരു വിദ്യാഭ്യാസത്തിന് പോകുന്നത് എന്തിനാണ് പരീക്ഷ എഴുതുന്നത്? പരീക്ഷ നമ്മുടെ പ്രോഗ്രസിനെ നമുക്ക് മോണിറ്റർ ചെയ്യാണ്. ഫസ്റ്റ് ടേമില് മെച്ചം, സെക്കൻഡ് ടേമിൽ മോശമായിപ്പോയി, ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഇങ്ങനെയല്ലേ സ്കൂളിൽ കുട്ടികളുടെ പോലും പരീക്ഷകൾ? നമ്മുടെ എല്ലാ പെർഫോമൻസും അസസ് ചെയ്ത് മോണിറ്റർ ചെയ്യുന്നതിനല്ലേ പുരോഗമനം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ പ്രശ്നം വരുമ്പോൾ ഇത് പറയുന്നവരുടെ എങ്ങനെ ശത്രുക്കളാകുന്നത്? അങ്ങനെയാണെങ്കിൽ പരീക്ഷ നടത്തുന്ന എല്ലാ അധ്യാപകരെയും ഇതുപോലെ ആക്രമിക്കണ്ടേ?
എല്ലാവർക്കും 100% കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് മോണിറ്ററിംഗ് ഉണ്ട്, സ്ഥിരമായ മോണിറ്ററിംഗ്. നമുക്കൊരു പാലമില്ലാത്ത സ്ഥലത്ത് അവിടെ പുഴ നീന്തി കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ കിടക്കാനിരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അവിടെ ഒരു പാലം കെട്ടിക്കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിച്ചു. ചിലപ്പോൾ 50-100 കൊല്ലം ആ പാലം നിൽക്കും, ആ പ്രശ്നം അവിടെ തീർന്നു. ആരോഗ്യരംഗം അങ്ങനെയല്ല, ഓരോ നിമിഷവും അനുനിമിഷം പുതിയ പ്രശ്നമാണ്. നമുക്ക് അറിയാത്ത കോവിഡ് രോഗം വന്നു, നമ്മൾ പെട്ടെന്ന് സജ്ജമാകണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.